ഉയർന്നു നിൽക്കുന്നതെന്ന് അതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് സഹകരണ മേഖലയിൽ കൂടുതൽ വിശ്വാസ്യത വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ 6 ഇരട്ടിയാണ് സഹകരണ മേഖലയിലെ നിക്ഷേപ സമാഹരണത്തിന് നമുക്ക് പൈസ വന്നത്. 5 കൊല്ലക്കാലമായി പ്രവർത്തിക്കുന്ന കേരള ബാങ്കിനെ സംബന്ധിച്ച് ആശങ്കാജനകമായ രൂപത്തിലുള്ള പ്രചാരപരിപാടികൾ നടത്തിയിരുന്നു. മായ ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന സ്ഥാപനമായി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീരമേഖല വായ്പകളുണ്ട്, ദീർഘകാല കാർഷിക വായ്പകൾ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ മെഷീനറി വാങ്ങിക്കാനും മറ്റും വരുന്ന വായ്പകളുണ്ട്. ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ഫുഡ് കാറ്ററിംഗ് ബിസിനസ്, ബ്യൂട്ടി പാർലർ, തയ്യൽ മെഷീൻ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് തുടങ്ങുന്ന വനിതകൾക്ക് 2 ലക്ഷം രൂപ വരെ ചെറുകിട സംരംഭങ്ങൾക്ക് ആവശ്യമായ വായ്പകൾ കേരള ബാങ്കിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകരായിക്കോട്ടെ, സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാരായിക്കോട്ടെ, കുടുംബശ്രീ പ്രവർത്തകര്, അംഗനവാടി ജീവനക്കാര്, അങ്ങനെയുള്ള ജീവനക്കാരുടെ അവരുടെ തൊഴിലിന്റെ ഭാഗമായി അല്ലെങ്കിൽ സമൂഹത്തിലെ സേവനം നടത്തുന്നതിന്റെ ഭാഗമായി അവർക്കൊരു വാഹനം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ വനിതകൾക്ക് മാത്രമായിക്കൊണ്ട് 2 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കുന്ന KVC 2 വീലർ വായ്പ കേരള ബാങ്കിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പണ്ട് ബാങ്കിലെല്ലാം ഇരിക്കുമ്പോൾ ഞങ്ങളോടൊക്കെ വന്ന് സംസാരിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, സാറേ ഞങ്ങൾക്ക് പേഴ്സണൽ വായ്പകൾ ലഭിക്കുമോ, ചെറിയ കടങ്ങളൊക്കെ തീർക്കണമെങ്കിൽ. പക്ഷെ ഇന്ന് ബാങ്കിങ് മേഖലയിൽ വന്നത് പേഴ്സണൽ വായ്പകളെല്ലാം മാറിക്കൊണ്ട് ഇന്ന് സംരംഭകത്വ വായ്പയിലേക്ക് നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും മാറിക്കഴിഞ്ഞു. ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആവശ്യമായ MSME മേഖലയിലേക്ക് നമ്മുടെ ബാങ്കിലെ ജീവനക്കാരനും കവിയുമായ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് നേടിയ ചന്ദ്രനെ കേരള ബാങ്കിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേരള കലാമണ്ഡലം അവാർഡ്, തിരുവമ്പാടി സ്വർണ്ണമുദ്ര തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും 60 വർഷത്തെ വാദ്യസബരി പൂർത്തിയാക്കുകയും ഇപ്പോഴും വാദ്യസബരിയിൽ മുഴുകുകയും ചെയ്യുന്ന കുട്ടനല്ലൂർ കുറുപ്പത്ത് രാജൻ മാരാർ അവർകളെ കേരള ബാങ്കിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി വിനയ പുരസ്സരം ക്ഷണിക്കുന്നു. നല്ല വായ്പ നൽകുവാനുള്ള 19ഓളം വായ്പാ പ്രൊജക്ടുകൾ ഇന്ന് കേരള ബാങ്കിന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ് പിന്നെയും മെസ്സേജ് വരികയാണ്. അപ്പൊ ആ കുട്ടി ഇല്ല, ഞാൻ ഫുള്ള് അടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ ആ കുട്ടി ആ ഫോണും സിമ്മും ഉപേക്ഷിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഭീകരായിരുന്നു. ആ കുട്ടിയുടെ മുഖം മാത്രം, ആ കുട്ടിയുടെ ബാക്കി ഇങ്ങടെ നേക്കഡ് ഫോട്ടോസ്, ഡ്രസ് ഇല്ലാത്ത ഫോട്ടോ വെച്ചിട്ടാണ് പിന്നെ ഓരോ കോണ്ടാക്ട് ലിസ്റ്റിലേക്കും ഫോട്ടോസ് പോവാൻ തുടങ്ങിയത്.